നമസ്കാരം. അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചയാവുകയാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പുതിയ നയതന്ത്ര നീക്കങ്ങൾ. പാകിസ്ഥാന് ജപ്പാൻ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ കൈമാറരുത് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആവശ്യം വെറുതെ ഉന്നയിച്ചതല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന ചില ഗുരുതരമായ സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? നമുക്ക് പരിശോധിക്കാം. ന്യൂഡൽഹിയിൽ നടന്ന പ്രതിരോധ ചർച്ചകളിലാണ് ഇന്ത്യ ഈ വിഷയം ജപ്പാന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ നിർണായക ആവശ്യം ഉയർന്നു വന്നത്. പാകിസ്ഥാന് നൽകുന്ന ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യയും ഉത്തര കൊറിയയുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത്. ഇതൊരു ഊഹമല്ല, മറിച്ച് വ്യക്തമായ ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആശങ്കയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ മുൻകാലങ്ങളിൽ ഉത്തര കൊറിയയ്ക്ക് യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യ കൈമാറിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന അബ്ദുൾ ഖദീർ ഖാൻ ഉത്തര കൊറിയയുമായി നടത്തിയ രഹസ്യ സന്ദർശനങ്ങളും സെൻട്രിഫ്യൂജുകളും സാങ്കേതിക സഹായങ്ങളും കൈമാറിയതും ലോകം കണ്ടതാണ്. ഈ ബന്ധത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. 1976 അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പ്യോങ്യാങ് സന്ദർശനം മുതൽ തുടങ്ങിയതാണ് ഈ ബന്ധം. പിന്നീട് 1993 ഡിസംബറിൽ ബേനസീർ ഭൂട്ടോയും ഉത്തര കൊറിയ സന്ദർശിച്ചിരുന്നു. 2002 ഉത്തര കൊറിയയുടെ രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടിയുമായി പാകിസ്ഥാന് ബന്ധമുണ്ടെന്ന് അമേരിക്കൻ അധികൃതർ പരസ്യമായി വെളിപ്പെടുത്തിയതോടെയാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ആഗോളതലത്തിൽ വലിയ ചർച്ചയായത്. ഇന്നും ഉത്തര കൊറിയ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങൾക്കിടയിലാണ് ഇന്ത്യ ഇങ്ങനെയൊരു ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം വളരെ വേഗത്തിൽ വളരുകയാണ്. ജപ്പാൻ ഇന്ത്യ സ്പെഷ്യൽ സ്ട്രാറ്റജിക് ആൻഡ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, സംയുക്ത കപ്പൽ നിർമ്മാണം, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയാണ് ഈ കൂടിക്കാഴ്ചയിലെ മുഖ്യ അജണ്ടകൾ. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ശേഷിയും ജപ്പാന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേരുമ്പോൾ അത് ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ, പാകിസ്ഥാന്റെ ചരിത്രപരമായ നടപടികൾ ആഗോള സുരക്ഷയ്ക്ക് എത്രമാത്രം ഭീഷണിയാണെന്ന് ഇന്ത്യ ജപ്പാനെ ഓർമ്മിപ്പിക്കുകയാണ്. തെറ്റായ കൈകളിൽ സാങ്കേതിക വിദ്യ എത്തിയാൽ അത് എന്തുമാത്രം വിപത്തുണ്ടാക്കും എന്നതിൻ്റെ പാഠമാണ് ഉത്തര കൊറിയ പാകിസ്ഥാൻ ബന്ധം. ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ ഇടപെടൽ ദക്ഷിണേഷ്യയിലെയും പസഫിക് മേഖലയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ വരും നാളുകളിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.